എന്തോന്ന് നിങ്ങൾ ഈ പറയണേ? ഞാൻ മൈൻക്രാഫ്റ്റ് കോഡ് അല്ലാന്നോ? സുധിയണ്ണന് ഗെയിം പഠിപ്പിച്ചു കൊടുത്തതന്നെ ഞാനാ. അതറിയില്ല നിങ്ങക്ക്? അപ്പോൾ ബൈ ദ ബൈ ഗൈസ്, ഞാൻ ഇന്നലെ അവിടുന്ന് എൻ്റെ നിന്ന് ഇറങ്ങിയിട്ട് വന്ന് ഇവിടെ രാത്രി ഇറങ്ങി വന്നപ്പെടോ. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഒരു ബെഡ് വെച്ചാണ്ട് കടന്നുറങ്ങി. എന്നിട്ട് ഞാൻ അപ്പം തന്നെ ഞാൻ നിർത്തിപ്പോയി. വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു ബെഡും കയ്യിലൊരു ബെഡും. വൈ ഇതെങ്ങനെ? പിന്നെ ബൈ ദ ബൈ നമ്മൾ ഈ വേൾഡിൻ്റെ ലിങ്ക് കൊടുക്കണമെന്നൊക്കെ കരുതിനു, പക്ഷേ നടക്കില്ല. എക്സ്പോർട്ടിങ്ങിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ മിക്കവാറും ഞാൻ ഇപ്പോഴൊന്നും വേൾഡ് ഡൗൺലോഡ് ലിങ്ക് തരലുണ്ടാവില്ല, കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ. പിന്നെ മാത്രമല്ല, ഞാൻ ഈ വീഡിയോയിൽ ഒരു വലിയ ബേസ് ഉണ്ടാക്കണമെന്ന് കരുതിക്കുന്നു, പക്ഷേ നടക്കില്ല. പക്ഷേ ഒന്നാമത്തെ ടൈമില്ല, പിന്നെ ഒരുപാട് പണിയുണ്ട്. അത് ഒപ്പിച്ചാൻ ഒരുപാട് സാധനങ്ങൾ ഒപ്പിച്ചാണ്ടതിന്, അതൊക്കെ പാടി ഈ ഒരൊറ്റ എപ്പിസോഡ് നടക്കില്ല. അതുകൊണ്ട് ഈ എപ്പിസോഡിൽ നമ്മൾ ചെറിയ 2 കാര്യങ്ങളാണ് ചെയ്യാൻ പോണത്. ഒന്നൊരു സ്റ്റോൺ ഫാം, അതായത് കോബിൾ സ്റ്റോണൊക്കെ കിട്ടുന്ന ഒരു ഫാമും, പിന്നെ ഒന്നൊരു ഷുഗർ കെയിൻ ഫാമും. ഇത് 2ആണ് ചെയ്യാൻ പോണത്. അതിന് മുമ്പ് നമുക്ക് നമ്മളെ വേൾഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാം. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോഴാണൊന്ന് പറക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇത് കാണാൻ മാത്രമൊന്നുമില്ല, കാരണം ഇവിടെ 2 ബിൽഡിങ്ങും അവിടെ 2 ബിൽഡിങ്ങും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിലും ഒക്കെ തന്ന നിങ്ങളെ സപ്പോർട്ട് എനിക്ക് നല്ല ഹാപ്പി ആക്കണം എന്തായാലും. അപ്പോൾ ഇനി അങ്ങോട്ടും ഇതുപോലെ ഉണ്ടാവും ഞാൻ കരുതണേ. അപ്പോൾ കാണുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പറ്റണ സബ് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇത്രക്കത്തിനുള്ളൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഇനിയൊക്കെ നിങ്ങളെ കയ്യിലാണ്, നിങ്ങൾ ലൈക്ക് ചെയ്യലും ചെയ്യുമെന്ന് ഞാൻ കരുതണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. ഓ മൈ ഗോഡ്, ഏതാല്ലേ ഇവിടെ ഒരു ചെറിയൊരു നമുക്കിനി ഈ ഐലൻഡ് ഫുള്ള് നിരപ്പാക്കണം. ഞാൻ ഈ ഇതിൽ ഞാനൊരു ബേസ് ഉണ്ടാക്കാനൊക്കെ കരുതി, പക്ഷെ ഞാൻ കരുതിയ മാതിരി മാത്രം ചെറിയൊരു ടൈം പോരാ. ഞാൻ റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഓഫ്ലൈനൊക്കെ ഗ്രൈൻഡ് ചെയ്തുണ്ടാക്കുക. അതിന് ശേഷം തന്നെ ഒരുപാട് നേരം കഷ്ടപ്പെടേണ്ടി വരും മിക്കവാറും, അത് ബിൽഡ് ചെയ്ത് തീർക്കാനും. കാരണം എന്താ അറിയോ, അത് പറയണത് ചില്ലറ സാധനമല്ല. ഇവന്മാര് 3 ഉപ്പ് സ്പൂണായിട്ട്. പിന്നെ നമുക്കൊരു മെഗാ ഇൻഫാം ഉണ്ടാക്കണം. അയ്യോ, ഇനി ഇതൊക്കെ എന്താ കാട്ടുക? ഒരുത്തനെ കൊല്ല പുഞ്ഞോ ഇനിയും പോകേണ്ടതാണ്. ഡേ ഇപ്പം പെട്ടെന്ന് സ്പോൺ ആകണ്ടല്ലോ. അതെ, അതൊന്നും ഇങ്ങനെ സ്പോൺ ആയില്ല. അതെന്തൊരു കാട്ട്. നമുക്ക് എന്തായാലും നമ്മളെ പണി നോക്കാം. ഇവിടെ പിന്നെ മാത്രമല്ല, ഇവിടെ ഒരുപാട് നേരം എഫ്ക്കെ നിൽക്കണം, അതൊക്കെ പണിയാണ്. ഒരുപാട് അയണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ അറിയോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അയണോണ്ട് ആവശ്യമുണ്ട്. ഹോപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട്, അതിന് കുറേ കാര്യങ്ങൾക്ക് അയൺ ആവശ്യമുണ്ട്. പിന്നെ ഇതിലിപ്പോൾ ഹോപ്പർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇന്നൊക്കെ വേണം ഒരുപാട് അയൺ. ചടപ്പാണ്. ഇപ്പോൾ ഗൈസ്, ഞാൻ ഉണ്ടാക്കാതെ റിസോഴ്സസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഞാനെന്തായാലും സാധനം സെറ്റാക്കിയിരുന്നു. പക്ഷെ ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, അത് എങ്ങോട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ടുള്ളത്. അതായത് ഇത്രയും സാധനങ്ങൾ, ഇത് ഈ കാണുന്നതൊക്കെ ഇത് 2 ഫാം ഉണ്ടാക്കാറിലാണ്. അതിൽ ആദ്യം ഉണ്ടാക്കുന്നത് നമ്മൾ കോബിൾ സ്റ്റോൺ ഫാമാണ്. ജസ്റ്റ് സിമ്പിൾ ഫാമാണ്, പക്ഷെ ഇങ്ങോട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇവിടുന്ന് എങ്ങനെ അങ്ങോട്ട് നോക്കിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയാലോ? അങ്ങനെ ഉണ്ടാക്കണം, അങ്ങനെ ഉണ്ടാക്കാം അല്ലേ? അങ്ങനെ ഉണ്ടാക്കാം. അയ്യോ, ഇനി 2 ജസ്റ്റ് കൂടി വേണമല്ലോ. എന്താ ചെയ്യാം? 1 2 ഇങ്ങനെ വെക്കാം. എന്നിട്ട് 1 2 3 4
ബ്ലോക്ക് വരെ റീച്ച് ആകും. 5ാമത്തെ ബ്ലോക്ക് വരെ റീച്ച് ആകുമോ? റീച്ച് ആകും. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി കാണാം ഗൈസ്. മാറിപ്പോയതാ. ഓക്കെ, ഓക്കെ 5 ബ്ലോക്ക് ഇങ്ങനെ. ഇനി ഇതിനൊക്കെ കവർ ചെയ്യാം. എനിക്ക് അങ്ങനെ 5 ബ്ലോക്ക് വേണ്ടാൻ. വേണം, കിടക്കട്ടെ. ഓക്കെ, ഇനിയല്ലോ സ്റ്റെയർ എടുക്കുക. സ്റ്റെയർ കേസ് ഒരു ബ്ലോക്ക് കൂടി ഹൈറ്റ് കൂട്ടണം. ഓക്കെ, ഇത്രേ ഒരു പണി ചെയ്തിട്ടില്ല. ഇത് പൊട്ടിച്ചേറ്റ. കാര്യം നിനപ്പെടുന്ന ചോദിച്ചാലും എടാ പണിയായല്ലോ. അവസാനം സെറ്റ് കഴിഞ്ഞ്. അപ്പോൾ അവിടെ കിടക്കട്ടെ. ഇത് ഇതാവൂലല്ലേ നമ്മളതില്. ഓക്കെ, 3 ബക്കറ്റ് കൂടി. ഗൈസ്, ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ ടെക്സ്ചർ പാക്കിൻ്റെ ഒക്കെ ഒരു പ്രോപ്പർ വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതൊക്കെ പാക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു പ്രോപ്പർ വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒരു കമൻ്റൊക്കെ ഇട്ടിനും നമ്മൾ ജസ്റ്റ് ചെയ്യും. അതിൻ്റേതായിട്ടുള്ളൊരു പ്രോപ്പർ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോൻ്റെ ലിങ്ക് ഒന്നുകൂടി പറയാം. വീഡിയോൻ്റെ ലിങ്ക് എന്താ, വേൾഡിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഇപ്പോൾ കൊടുക്കാൻ കരുതില്ല. കാരണം ഇപ്പോൾ കൊടുത്താലുള്ള പ്രശ്നം, എനിക്ക് ഒന്നാമത് ബെഡ് റോക്ക് എഡിഷനിൽ പ്രോപ്പറായിട്ടൊന്ന് ജസ്റ്റ് ഇപ്പോഴും ആയിട്ടില്ല ഈ എക്സ്പോർട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് പറഞ്ഞോട്ടെ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് വേൾഡ് ഡൗൺലോഡ് ലിങ്ക് തരാനും പറ്റും. ഇത് ഞാൻ നോക്കിയ യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊക്കെ നല്ലതില്ല, ആരതൊന്നും അങ്ങോട്ട് ശരിയാവണില്ല. അപ്പോൾ അതറിയണ ആരെങ്കിലുമൊക്കെ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതുവരെ ആരും ലൈക്ക് ചെയ്തില്ലെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് അടുത്ത മിക്കവാറും ഞാൻ ബേസ് ഉണ്ടാക്കാൻ തന്നെയൊക്കെ നോക്കുക. വെറുതെ ഇങ്ങനെ ചടപ്പിക്കുള്ള കാര്യം. നമുക്ക് ഇനി വേണ്ട ഒരു പ്രോപ്പർ ബേസാണ്, ബേസും സ്റ്റോറേജുമാണ് ഇനി വേണ്ടത്. പിന്നെ ഗൺ പൗഡർ ഫാമും സെറ്റാക്കണം. അതിനിപ്പോൾ ക്രീപ്പർ ഫാം പ്രോപ്പറായിട്ട് നമ്മളെ ബെഡ് റോക്ക് എഡീഷനിൽ വർക്കാവില്ല. ഏത് ക്രീപ്പർ ഫാം ഉണ്ടാക്കിയാലും അതാണ് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ കരുതുന്നത് ഗാസ്റ്റ് ഫാം ഉണ്ടാക്കാനാണ്. ഗാസ്റ്റ് ഫാം അതാകുമ്പോൾ സ്പൂണാവും, അത്യാവശ്യം നല്ല സ്പൂൺ കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളെ കോബിൾ സ്റ്റോൺ ഫാം. കോബിൾ സ്റ്റോണോ സ്റ്റോണോ എന്താ ചതി കിട്ടും. സ്റ്റോൺ വേണമെങ്കിൽ ഇങ്ങനെ മൈൻ ചെയ്യുക. കത്തനുണ്ടോ? അത് ഡൗട്ട്, ഇത് കത്തനുണ്ടോ?
ഇടയ്ക്ക് സ്റ്റോൺ ആവുന്നുണ്ട്, കോബിൾ സ്റ്റോൺ ആവുന്നുണ്ട് സിൽക്ക് ടച്ച് കൊണ്ട് ചെയ്തത്. ഇതിനെന്തെങ്കിലും മാർഗം ഉണ്ട് ഇനി പറഞ്ഞോണ്ട് തോന്നുന്നു. നമ്മൾ പിസ്റ്റം വെച്ച് തള്ളിയാൽ മതി. പിസ്റ്റം അല്ല, മൈൻ കാർട്ട് വിത്ത് ഓപ്പറല്ലേ. അത് സെറ്റാക്കിയാൽ മതി തോന്നുന്നു. അത് കത്തൽ കുറയും. അത് കത്തുണ്ട് തോന്നുന്നു. കുറേ സ്റ്റോൺ ഇങ്ങനെ പുറത്ത് പോയിട്ടുണ്ടല്ലോ. കുഴപ്പങ്ങളുണ്ടല്ലോ അല്ലേ. ഓക്കെ, നമുക്ക് എന്താ ചെയ്യാമല്ലോ വെച്ചാൽ ഈ ചെറുക്കൻ ഇപ്പോഴും നമുക്ക് പ്രോപ്പറായിട്ട് ക്യാരറ്റ് ഫാം ഇല്ല ഗൈസ്. എന്തായില്ലേ, അത് വർക്കാവുന്നുണ്ട്. ഇത് വർക്കാവുന്നുണ്ട് തോന്നുന്നു. അതൊക്കെ പൊങ്ങി കിടക്കണം. ഇതൊക്കെ മൈൻകാട്ട് വന്ന് പിക്ക് ചെയ്യും. കണ്ടോ പോയി. ഞാൻ ഇതിൽ വന്ന് നടക്കണ്ടാവും. കണ്ടോ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഷുഗർ കെയിൻ ഫാം കൂടി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതിനുള്ളത് കുറച്ച് പണിയാണ്, എന്നാലും ഉണ്ടാക്കാം. ഞാൻ കുറച്ച് വലിയ ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാനൊക്കെ ഇരിക്കുന്നത്. കുറച്ചധികം പണിയുണ്ട്. അപ്പോൾ എന്താ കാട്ടുക, അതിൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ തുടങ്ങി വെച്ചിട്ട് ഞാൻ കാണിച്ചു. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് ബിൽഡ് ചെയ്തിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി. അല്ലാതെ ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ചെന്ന് ഇങ്ങനെ ഇതാക്കി അത് കുറച്ച് ചടപ്പേക്കും കാണുന്നതും. അപ്പോൾ അതാ ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കിയിരുന്നു. ഇതുകൊണ്ട് ഈ ഹോപ്പർ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിച്ച് കൊണ്ടുപോകണം. അതൊറ്റം അപ്പുറത്തെ അറ്റം വരെ മൊത്തം 28 ഷുഗർ കെയിനാണ്. അയ്യോ, സെറ്റാക്കാൻ കരുതണത് പവറാവാണ്. ചിലത് മിസ്റ്റേക്ക് അക്കൗണ്ട് ചെയ്യും. മിസ്റ്റേക്ക് ആയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എത്ര എന്താ പറയുക, കുറേ ഇത് പോയി. എന്ത് സിമെട്രിക് വേണ്ടി സിലിണ്ടർ കൂടി ആക്കണം. ഏത് സിമെട്രി ആയിരിക്കട്ടെ, അങ്ങനെ കേട്ടല്ലേ. ഇത് മൊത്തം കളയാം. എന്നിട്ട് ഇവിടെ 4,000, അതായത് 2. അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയും ഇതിന് ആ ചെസ്റ്റിക്ക്. പിന്നെ ഇനി 2 ചെസ്റ്റ് കൂടി ഉണ്ടാകാം, ഒരു ഡബിൾ ചെസ്റ്റ് കൂടി. വെറുതെ ഇത് മൊത്തം കളയണം. ഇതാണ് പ്രശ്നം, ഓവർ പവറാണ്. നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. നമുക്കതാണ് ഇപ്പോൾ വേണ്ടത്, സമയ ലാഭം. ഇനിയും പണിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇനി ബാക്കിലൊക്കെ കാണിച്ചാൽ എഴുതിയിട്ടാണ് ഇവിടുന്ന് കാണിച്ചത്. ഇവിടെ വിട്ടിട്ട് അത് സ്റ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേസ്. അയ്യോ, ഇത്ര ടൈം പോയി. മൊത്തതാക്കാം. ഇവിടെ മാത്രം ഇത് വെക്കണം.
വർക്കിംഗ് ആണപ്പോൾ എന്നിട്ടോ യെസ് യെസ് ദിസ് ഈസ് വർക്കിംഗ് ബ്രോ. ഓക്കെ, ആരും സ്പോൺ ആയില്ലല്ലോ. എന്നാലും ജസ്റ്റ് ഒന്ന് കടന്നിട്ട് ഔട്ട്രോ പറയാം. ഔട്ട്രോ ഓക്കെ, ഇവിടെ നിന്നിട്ട് ഇങ്ങനെ തിരിയാം. ഇപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ 2 ഫാം സെറ്റാക്കിയിരുന്നു. ഈ സൈഡിൽ നോക്കിയാൽ അവിടെ ഒരു കോബിൾ സ്റ്റോൺ ഫാം സ്റ്റോൺ ഫാം ഉണ്ട്. നമ്മളെ തൊട്ട് ബാക്കിൽ ഒരു ഷുഗർ കെയിൻ ഫാമും ഉണ്ട്. ഈ 2 ഫാമും നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ സെറ്റാക്കിയിരുന്നു. അടുത്തത് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് പ്ലാൻ ഇല്ലാതെ ഒരു ബേസ് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആ ബേസ് സെറ്റാകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗ്രൈൻഡ് ചെയ്യണം, ഒരുപാട് വുഡും സ്റ്റോണും കോബിൾ സ്റ്റോണൊക്കെ സെറ്റാക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനൊരു കോബിൾ സ്റ്റോൺ ഫാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോ ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ വീഡിയോ കണ്ടോൽ ഇതുവരെ ഇട്ട വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് രസം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക, അത്ര തന്നെ. പിന്നെ ചാനൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും ചെയ്തിട്ടോളി ഇഷ്ടമായിക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ബൈ ഗായ്സ്.